ഒറ്റ IME 2 IME കൊണ്ടാണ് പോയത് സാംസങ് S24. ഇപ്പൊ നമ്മളില് 4 IME അതേ പ്രൈസിന് 4 IME ആണ് നമ്മുടെ ഇരിക്കുന്നത്. ഇപ്പൊ എന്ത് സന്തോഷമൊന്നും ഇല്ല മുഖത്ത് ഫോൺ മാറ്റി കിട്ടിയപ്പം ഹാപ്പി അല്ലേ? നന്ദുലത്ത് ജി മാർട്ട് ധൈര്യമായിട്ട് ചതിച്ചതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇത് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആയ സെറ്റ് അവര് ഒന്നുകിൽ ഇതെനിക്ക് മാറി തരണം, അല്ലെങ്കിൽ ഇത് നമുക്ക് 100% ഒരു കസ്റ്റമറിനോട് ചതുവാണ് ചെയ്യുന്നത്. 7 ദിവസമാകുന്നുള്ളൂ. അപ്പൊ 7 ദിവസത്തിനകത്ത് നമ്മളെ ഷോറൂമുകാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ആ ഷോറൂമിലേക്ക് തന്നെയാണ്. നന്ദുലത്ത് ഒരു മാനേജ് അവിടുത്തെ നന്ദുലത്ത് ജി മാർട്ടിലെ ആ മാനേജറിന്റെ ഇടപെടലോട് കൂടി കഥ മൊത്തത്തിൽ മാറി. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പോ തന്നെ അദ്ദേഹം അതിന് സംബന്ധിച്ചു ഓക്കെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ നിങ്ങൾ പറ. നമുക്ക് ഗൈസ് പുതിയൊരു സ്മാർട്ട് ഫോൺ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബോണസ് എല്ലാം കിട്ടാനായി. അപ്പൊ പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങണം. ഏത് ഫോൺ വാങ്ങും അല്ലെ? അപ്പൊ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഫോണാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോ. അപ്പൊ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സഹോദരൻ, നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബർ ആണ്, ഒരു വ്യൂവേഴ്സ് ആണ്, സ്ഥിരം വ്യൂവേഴ്സ് ആണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു ഫോൺ വാങ്ങി, പുതിയൊരു ഫോൺ. ഒരു 15 ദിവസം ആകുന്നതേ ഉള്ളൂ ഈ ഫോൺ വാങ്ങിയിട്ട്. സാംസങ്ങിനാണ് വാങ്ങി. സാംസങ് നമ്മളെ തിരുവനന്തപുരം നന്ദുലത്ത് ജി മാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ ഇയാൾ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം 67,999 രൂപ ബില്ല് വാങ്ങി ഇയാൾ വാങ്ങിയ ഫോൺ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ ഫോണിൽ നിന്നുണ്ടായി. ഓവറായിട്ട് ഹീറ്റ് ആവുന്നു. നമുക്ക് അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരം ഹീറ്റാണ് ആദ്യം ഇങ്ങനെ വന്നുള്ളൂ. അദ്ദേഹം ഒരാഴ്ച അത് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ ബേസിലാവും, ഒരു ഹീറ്റൊക്കെ മാറി നോർമൽ ആവും എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഒരാഴ്ച കറക്റ്റ് ഒരു 6 ദിവസം വരെ അത് അദ്ദേഹം ഉപയോഗിച്ചിട്ടും അതിന്റെ ഹീറ്റ് മാറുന്നില്ല. ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതിന് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. സാംസങ് S23. അപ്പോ അങ്ങനെ ഹീറ്റ് ആവുന്ന ഒരു സ്മാർട്ട് ഫോൺ അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കും? ഒരാഴ്ച നമ്മൾ ഇത്രയും പണം കൊടുത്തു, നമുക്ക് കംഫർട്ട്, നമുക്ക് ഇഷ്ടപ്പെടണ്ടേ ആ ഫോൺ, നമ്മളായിട്ട് ലയിക്കണ്ടേ, അരിയണ്ടേ, അങ്ങനെയല്ലേ നമ്മൾ ഫോൺ ഉപയോഗിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. മാനസികമായിട്ട് അദ്ദേഹം തകർന്നു. അദ്ദേഹം എന്റെ അടുത്ത് വന്നു, വീഡിയോ കാൾ കൊടുത്ത ഫോണാണ്, നമ്മളതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എടുത്തിട്ട് ഏകദേശം ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസം. 10 ദിവസം തികച്ചായിട്ടില്ല. 7 ദിവസമേ ആകുന്നുള്ളൂ. അവിടെ നിന്ന് സ്ക്രാച്ച് കാർഡ് എല്ലാം ഉണ്ട്. രക്ഷപ്പെട്ട് അടിക്കുകയാണെങ്കിൽ കാർ എനിക്ക് ഒന്നും നോക്കാനില്ല. അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കാർ എനിക്ക് വേണം. ഞാൻ അത് ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ എന്താ വീഡിയോയിൽ കാണിക്കുന്ന സാധനം, ഇത് അടിക്കുകയാണെങ്കിൽ കാർ എനിക്ക് വേണം. 67,999 രൂപയാണ്. 10/8/2024 ഡേറ്റ്. ഓക്കെ, അപ്പൊ എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് സാധനം പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതാണ് S24. ഒരു ആൾട്രേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു തന്നെ കേട്ടോ. പക്ഷെ അദ്ദേഹം അത് ആഗ്രഹിച്ചു അല്ലെ, അത് ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, നമുക്കത് പറയാം. അപ്പൊ ഇപ്പൊ നിലവില് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. 7 ദിവസം ആവുന്നില്ല, 7 ദിവസം ആവുന്നുള്ളൂ. ഇന്ന് 7ാമത്തെ ദിവസമാണ്. പക്ഷെ ഇപ്പം കുറച്ച് കംപ്ലൈന്റ് ഈ സെറ്റിന് ഇദ്ദേഹം പറയുന്നു. വാങ്ങിച്ച അപ്പോഴേ കംപ്ലൈന്റ് കാണാൻ തുടങ്ങിയ. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ, എന്താണ് ഇപ്പൊ ഇതിന്റെ 7ാമത്തെ ദിവസം? ഇതിനകത്ത് വരുന്ന കംപ്ലൈന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് രാവിലെ 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഇതൊരു 50% ചാർജിലേക്ക് പോകും. അത് ഞാൻ യൂസിങ് എനിക്ക് കുറവാണ്. കാര്യം ഞാൻ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ യൂസിങ്ങോ യൂട്യൂബ് എടുക്കലോ ഒക്കെ വളരെ കുറവാണ്. യൂസിങ്ങേ കുറവാണ് മൊബൈൽ. ഈ സാധാരണ ഗെയിം കളി അങ്ങനെയൊന്നുമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് 18% ആവും. 18% ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ 18%, 15% ആവും. 15% ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് 0-യിലായി ഓഫായി പോകും. എന്നുവെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് സെറ്റ്. നല്ല ഹീറ്റ് ആവുന്നുണ്ട്. നല്ല പഴുത്തിരിക്കുകയാണ് സെറ്റ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ഹീറ്റ് ഉണ്ട്. പിന്നെ ഈ ലൈറ്റ് ഒക്കെ ഓൺ ആയി വരുമ്പോൾ കുറച്ചുകൂടെ ഹീറ്റായി വരും. എന്തെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കണേ, നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചപ്പോൾ നല്ല ഹീറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ആപ്ലിക്കേഷൻ പുതിയതായിട്ടൊക്കെ കുറെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. പക്ഷെ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചാർജ് ഒട്ടും നിൽക്കണില്ല. ഭയങ്കര ഹീറ്റാണ്. ഇത് നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ചെവി നല്ല പഴുക്കും. ഇതാണ് ഇതിന്റെ പ്രോബ്ലം. ഒരു ഫോൺ വാങ്ങുമ്പോൾ ഒരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ട്. എന്താണ്, ഒരു 2 വർഷമൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം, കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം, യാതൊരു ബുദ്ധിമുട്ടും സ്മാർട്ട് ഫോണിൽ നമുക്ക് ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ലോൺ എടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നത്. നല്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പൈസ ഒക്കെ മറിച്ചൊരു നല്ലൊരു റാമും സ്റ്റോറേജും ഉള്ള പുതിയൊരു ഫോൺ എടുക്കുന്നത്. അത് ഒരു 10 ദിവസത്തിനകത്ത്
ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് ഒരു അവസ്ഥ വരാൻ ആരും നമ്മൾ ഫോൺ എടുക്കുന്ന ആരും ആഗ്രഹിക്കില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകും? നേരെ നന്ദിലത്തിലേക്ക് പോകുന്നു. അവരെ ചതിച്ചതായിട്ട് തോന്നുന്നു. ധൈര്യമായിട്ട് ചതിച്ചതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇത് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആയ സെറ്റ് അവര് ഒന്നുകിൽ ഇത് എനിക്ക് മാറി തരണം, അല്ലെങ്കിൽ ഇത് നമുക്ക് 100% ഒരു കസ്റ്റമറിനോട് ചതുവാണ് ചെയ്യുന്നത്. കാര്യം ഇത് നമുക്ക് ഇതിന്റെ പിറകിൽ ഒന്ന് സാംസങ് എന്ന് പറഞ്ഞാൽ മുന്നേ ഞാനൊരു സാംസങ്ങിന്റെ ഫോൺ ഉപയോഗിച്ച ഒരു ചെറിയ കംപ്ലൈന്റ് വന്നിട്ട് ഒരു കാലത്ത് ഇത് ശരിയാവാതെ ആ ഫോൺ ഞാൻ കളയേണ്ടി വന്നു. ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയി, എന്നും ഡിസ്പ്ലേ മാറി 3 പ്രാവശ്യം മാറി, പിന്നെ അത് ഞാൻ കളയേണ്ടി വന്നു. അതും ഇതേപോലെ 40,000 50,000 കൊടുത്തു. ഇനി എനിക്ക് അതേപോലെ എന്റെ ഒന്നും ക്യാഷ് ഇല്ല, ഞാനിത് EMI എടുക്കുന്നു, 2 കൊല്ലത്തെ EMI അടയ്ക്കാനുണ്ട്. ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ഇതിനെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്ത് അതിന്റെ പുറകെ എനിക്ക് നടക്കാൻ പറ്റും. പുതിയൊരു ഫോൺ എടുത്തിട്ട് സർവീസ് സെന്ററിൽ പോയി കയറി ഇറങ്ങുന്ന അവസ്ഥ ആലോചിച്ച് വെക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ ഫോൺ അദ്ദേഹത്തിന് എന്തായാലും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഉറപ്പിച്ച ഒരു മട്ടാണ്, എനിക്ക് ഇനി ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ നന്ദുലത്ത് ജിമാർട്ടേക്ക് തിരിച്ചു. ഈ കാണുന്നതാണ് നന്ദുലത്ത് ജിമാർട്ട്. അപ്പൊ ഇവിടുത്തെ എനിക്ക് എന്തായാലും ഒരു ഉദ്ദേശമുണ്ട്, നമുക്കിത് മാറ്റി തരാൻ അവർക്ക് നന്ദുലത്ത് ജിമാർട്ടിന് കഴിയില്ല. അപ്പൊ സർവീസ് സെന്ററുമായിട്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ട് സാംസങ്ങിന്റെ കേരളമൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് വാങ്ങിയ സ്ഥാപനം ഇതായതുകൊണ്ട് വാങ്ങിയിട്ട് 7 ദിവസം ആകുന്നുള്ളൂ. അപ്പൊ 7 ദിവസത്തിനകത്ത് നമ്മളെ ഷോറൂമുകാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ആ ഷോറൂമിലേക്ക് തന്നെയാണ്, നന്ദുലത്ത് ജിമാർട്ട്. അപ്പൊ ഇതാണ് നന്ദുലത്ത് ജിമാർട്ട്. അപ്പൊ നമുക്ക് പല ഉദ്ദേശത്തോടെയും നമ്മൾ ഇതെങ്ങനെയെങ്കിലും മാറ്റി തന്നാൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ അതിന്റെ അകത്തേക്ക് പോവുകയാണ്. പോയി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവര് നോക്കിയപ്പം ഹീറ്റ് ഉണ്ട്, ചെറിയൊരു ബേസിൽ ഒരു 37% അതിൽ നല്ല ഒരു ബേസ് ഹീറ്റ് ഉണ്ട്. അപ്പൊ അത് സർവീസ് സെന്ററുമായിട്ട് തന്നെ ബന്ധപ്പെടണം എന്നാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞത്. വരുന്ന സമയത്ത് നല്ല സ്നേഹമായിരിക്കും, വലിയ ബഹുമാനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൂടെ നിങ്ങളുണ്ടാവും. ആ സമയത്ത് നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തുണ്ടെങ്കിലും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം. ഓരോ ഞങ്ങളായിട്ട് പറയാം, അത് ഓരോ ഇപ്പം എവിടെ നിന്ന് മേടിച്ചാലും ഓരോ കമ്പനിക്ക് ഓരോ പ്രൊസീജിയർ പറയും. അപ്പം അതനുസരിച്ചാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രൊസീജിയർ വേണം. നമുക്ക് ഒരു പുതിയ സെറ്റ് വാങ്ങിച്ചപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ഉടനെ പിന്നെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുന്നതാണ് ശരിയാണ്. അതങ്ങനെയാണ് ശരിയാണ്. നിങ്ങൾ പറയുന്നതിലൊക്കെ നമുക്ക് ന്യായമുണ്ട്. നിങ്ങളാണെങ്കിൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ആ സമയത്തൊക്കെ കഴിവതും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ പിറകെ അവരുടെ പോയി അവരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. സാംസങ്ങിൽ പിന്നെ 7 ദിവസത്തെ ആ ഒരു യൂസിങ് 7 ദിവസം ആകുന്നുള്ളൂ. അതുകൊണ്ട് അവര് തന്നെ അത് ഏറ്റെടുത്തു. ആ ഒരു ദൗത്യം, ആ ഒരു ജോലി അവര് തന്നെ അത് ഏറ്റെടുത്തു. അവര് തന്നെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് 7ാമത്തെ ദിവസം അവര് നമ്മുടെ നിന്ന് ഫോൺ കളക്ട് ചെയ്തു. പിന്നെ സംഭവിച്ചത്, ഒരു ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം നമ്മളെ കോണ്ടാക്ട് ചെയ്ത് സാംസങ്ങിന്റെ സർവീസ് സെന്ററിൽ നിന്നാണ്. അപ്പൊ ആ ഷോറൂമിന്റെ നന്ദുലത്ത് ജിമാർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ സാംസങ്ങിന്റെ ഷോറൂം ഉണ്ട്, സർവീസ് സെന്റർ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ഫുൾ AC ആണ്. അപ്പൊ അവന്റെ അകത്ത് ഈ ഫോൺ ഹീറ്റ് ആവുന്നില്ല. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ആ ഫോൺ ഉപയോഗിച്ച് നോക്കി. ജസ്റ്റ് അത് AC നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു കോൾ ചെയ്തപ്പോൾ തന്നെ സെറ്റ് അങ്ങ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ അവര് ആ ഹീറ്റ് നോക്കുന്ന സാധനം കൊണ്ടുവന്ന് ഹീറ്റ് ചെക്ക് ചെയ്തപ്പോൾ 37% അതിൽ ഉണ്ട്. അപ്പൊ അവര് പറയുന്ന വെച്ചാല് 40% ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോൺ മാറ്റി കിട്ടത്തുള്ളൂ. 37% നമ്മൾ സാധാരണ ഒരു 12 മണി സമയത്തൊക്കെ നമ്മളെ രോമത്ത് നല്ല ഹീറ്റ് അടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീല് നമ്മളെ ചെവിയിൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, ചെവിയിൽ ഇങ്ങനെ ഹീറ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും. നോർമലി ഈ വ്യക്തിക്ക് ഒരു ചെവി ഡാമേജ് ആണ്, കേൾവി ശക്തി കുറവാണ്. അപ്പൊ ഒരു ചെവിയിൽ മാത്രമേ കേൾവി ശക്തി ഉള്ളൂ. അപ്പൊ ഇതും കൂടെ പോയ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട്, സാംസങ് സർവീസ് സെന്ററോട് വ്യക്തമായിട്ട് വെളിവെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി സെറ്റ് നല്ല ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ള സത്യമായ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അവർക്ക് കമ്പനി റൂൾസ് ഉണ്ട്, അവർക്ക് യാതൊരു ഇതിലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല 40%. പിന്നെ നമുക്ക് സർവീസ് സെന്ററായിട്ട് നമ്മളല്ലല്ലോ സർവീസ് സെന്റർ ഈ ഫോൺ കൊണ്ട് കൊടുത്തത്, നന്ദുലത്ത് ജിമാർട്ടല്ലേ, നിങ്ങൾക്ക് എന്തും അവരുടെ സംസാരിക്കാൻ. നമ്മൾ പോയത് അവിടെ നിന്ന് ഇറങ്ങി
നേരെ നന്ദുലത്ത് ജിമാർട്ടിൽ തന്നെ വീണ്ടും പോയി. അവിടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ സെയിൽ ചെയ്യുന്ന വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ അവര് മാക്സിമം സെയിലേ ചെയ്യത്തുള്ളൂ. ആരാണ് ഈ സെയിലറായിട്ട് നിൽക്കുന്നത്? സാംസങ്ങിന്റെ ആൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ മാക്സിമം സെയിൽ ചെയ്ത് വിടുക. തിരിച്ചു വന്നാൽ അവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരിങ്ങനെ സെയിൽ ചെയ്ത് വിടുക. നല്ലതാണെന്നോ. ഈ മോഡൽ തന്നെ S24 ഒരുപാട് സെറ്റ് അവിടെ നിന്ന് സെയിൽ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുവരെയ്ക്കും ആരും ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. നമുക്കറിയേണ്ട കാര്യമില്ല. ഇതിപ്പോ കംപ്ലൈന്റ് ആണല്ലോ. അത് തെളിവോടെ നമ്മൾ വീഡിയോടെ എടുത്തുകൊണ്ട് കാണിച്ചപ്പോഴാണ് പിന്നെയാണ് അവിടെ നമ്മളെ മാനേജർ, ഈ നന്ദുലത്ത് ജിമാറിന്റെ തന്നെ മാനേജർ ഇടപെട്ടത്. മാനേജർ നമ്മളെ അടുത്ത് തന്നെ ലൈവായിട്ട് അവരെ വിളിച്ച് നമ്മളെ കസ്റ്റമറിനൊരു ബുദ്ധിമുട്ട് വരരുത്, അവർ അവിടുത്തെ നന്ദുലത്ത് ജിമാറിലെ ആ മാനേജറിന്റെ ഇടപെടലോടുകൂടി കഥ മൊത്തത്തിൽ മാറി. എന്ത് വില കൊടുത്തും കസ്റ്റമറിന്റെ തൃപ്തിയാണ് നന്ദുലത്ത് ജിമാറിന് വേണ്ടത്. അല്ല സാംസങ് കമ്പനിയെ വളർത്തിയെടുത്തിട്ട് നമുക്ക് അവർ ഓൾറെഡി വളർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റമറിനാണ്. കസ്റ്റമറിന്റെ തൃപ്തി നമുക്ക് വേണം. അപ്പൊ എന്ത് വില കൊടുത്തും അത് മാറ്റി കൊടുത്തേ നിങ്ങൾ പറ്റുമെന്ന് ലൈവിൽ തന്നെ സാംസങ് സർവീസ് സെന്ററിൽ വിളിച്ചു. നമ്മളെ നിർത്തി തന്നെ അവര് സ്പീക്കർ ഇട്ട് സർവീസ് സെന്ററിൽ വിളിച്ചു കോൺടാക്ട് ചെയ്ത് എന്ത് വില എടുത്തും മാറ്റി കൊടുത്തേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ടോടുകൂടി ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ അത് അദ്ദേഹത്തിന് അടിച്ചേൽപ്പിക്കും? നിങ്ങൾ എന്ത് വില കൊടുത്തും മാറ്റി കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ഒരു ഓർഡറോടുകൂടി നമുക്ക് ആ ഫോൺ മാറ്റി കൊടുക്കാൻ സർവീസ് സെന്റർ തയ്യാറാവേണ്ടി വന്നു. അങ്ങനെ ആ ഫോൺ മാറ്റിയാൽ സർവീസ് സെന്റർ ഈ സാംസങ്ങിൽ നിന്ന് ആ ഫോൺ മാറ്റി അതേ മോഡൽ ഫോൺ തന്നെ തിരിച്ചു തരും. അത് അവരെടുത്തിട്ട് പകരം അതേ മോഡൽ ഫോൺ നമുക്ക് വേറെ തരും. അതാണ് പതിവ്. നമ്മൾ നന്ദുലത്ത് ജിമാറിന്റെ മാനേജറോട് പറഞ്ഞു നമുക്ക് ആ ഫോൺ വേണ്ട, സാംസങ്ങിന്റെ ആ S24 എന്ന ഫോൺ വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ഫോൺ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പോ തന്നെ അദ്ദേഹം അതിന് സംബന്ധിച്ചു ഓക്കെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ നിങ്ങൾ പറ, നമുക്കത് ഇല്ലെങ്കിലും വരുത്തി തരാം. അങ്ങനെ നമ്മളൊരു മോഡൽ സജസ്റ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ ആ മോഡൽ അവിടെ ഇല്ല. 2 ദിവസത്തിനകത്ത് ആ ഒരു മോഡൽ നമുക്ക് എടുത്തു തന്നു. അപ്പൊ ഒരു ഫോൺ മാറ്റി വാങ്ങിക്കാൻ പോയാൽ നമുക്ക് അതേ വിലക്ക് നമുക്ക് 1 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറ്റോ ഇല്ലാതെ കറക്റ്റ് നമ്മൾ എടുത്ത അതേ തുകയ്ക്ക് നമുക്ക് 2 ഫോണുമായിട്ട് നമ്മൾ തിരിച്ചു വന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ, അവിടുത്തെ മാനേജറിന്റെ ഇടപെടൽ കൂടെ ആണ് നമ്മളൊരു പരിശ്രമം മാത്രമല്ല, അവിടുത്തെ ആ മാനേജറിന്റെ ഒരു ഇടപെടലാണ് ഈ ഫോൺ നമുക്ക് മാറ്റി കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. എന്നാലും നമ്മളെ ഫോണിന്റെ ഓണർ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, വളരെ ഹാപ്പിയാണ്. ഇവന്റെടുത്താണ് അവിടെ വന്ന് ചാടി കൊടുത്തു. അരിയും പോയി വന്നിട്ട് പൈസ ഇട്ട് അതും പോയി. നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഐഫോൺ എക്സ് ആണ് വേണ്ടത്. ഐഫോൺ എക്സ് ഇവനെ അങ്ങോട്ടല്ലേ പോണോ? എക്സ് ഇല്ല, ഇത് 8 വെച്ചൂലേ? ഫോണില്ല അവിടെ. അപ്പൊ ഒരുപാട് പോരാട്ടം നടത്തിയ നമ്മൾ എത്ര ദിവസമായി? 15 ദിവസമായി നമ്മളൊരു S24 എടുത്തിട്ട് നന്ദുലത്ത് ജിമാർട്ടിൽ കയറി, അതേപോലെ സർവീസ് സെന്ററിൽ പോയി. സർവീസ് സെന്ററിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അല്ലെ? പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അവര് പറ്റൂല, അത് നിങ്ങൾക്ക് ഹീറ്റ് ആവുന്നില്ല, സെറ്റ് ഹീറ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊരിഞ്ഞ പോരാട്ടത്തിലൂടെ അതിനെ നമ്മൾ AC-ക്കകത്തുനിന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്നു. അപ്പൊ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മളിലുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി സാധനം ഹീറ്റായി തെളിവോടെ നമുക്ക് കൊടുത്തു. ഇപ്പം നമുക്ക് ആ വിജയം കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു മാറ്റിത്തരോ ഏതെങ്കിലും ഫോണുകൾ. പക്ഷെ നന്ദുലത്ത് ജിമാർട്ട് നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവിടുത്തെ മാനേജർ ഉണ്ട്. പുള്ളി ഭയങ്കര അവർക്ക് വേണ്ടത് കസ്റ്റമറാണ്, അല്ലാതെ ഈ സാംസങ്ങിന്റെ കമ്പനിയെ വളർത്തിയിട്ട് പുള്ളിക്കൊന്നും നേടാനൊന്നും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. എങ്ങനെയും നമ്മുടെ വിഷമം, നമ്മളെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കസ്റ്റമറിന്റെ അടുത്താക്കി അത് ആ ഒരു ഫീൽ കൊള്ളായിരുന്നു അല്ലെ. അപ്പം സാംസങ് ഡീലറൊക്കെ ആകുമ്പോൾ അവർക്ക് മാക്സിമം സെറ്റ് വിൽക്കുക. പക്ഷെ നന്ദുലത്ത് ജിമാറിന്റെ ആ മാനേജർ എന്ന് പറയുമ്പോൾ അവരുടെ ഷോപ്പിന്റെ നിലനിൽപ്പ് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അവർക്ക് മാക്സിമം എങ്ങനെയും നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മൾക്ക് നല്ലൊരു ഫോൺ തരിക. ഗൈസ് ഒന്നല്ല, അത് നമ്മള് 2 IMEI കൊണ്ടാണ് പോയത് സാംസങ് S24. ഇപ്പൊ നമ്മളില് 4 IMEI അതേ പ്രൈസിന് 4 IMEI ആണ് നമ്മുടെ ഇരിക്കുന്നത്. ഇപ്പൊ എന്ത് സന്തോഷമൊന്നും ഇല്ല മുഖത്ത് ഫോൺ മാറ്റി കിട്ടിയപ്പം? ഹാപ്പി അല്ലേ? നമ്മൾ ഇങ്ങനെ നല്ല പോയ ആള് തകർന്ന് പൊട്ടിമാറി പോയ ആള് എന്റെ അമ്മയും ഇവിടെ ഹാപ്പി ആയി അല്ലെ. അപ്പൊ നന്ദുലത്ത് ജിമാർട്ട് എങ്ങനെയുണ്ട്? നമ്മൾ ചതിച്ചു, വഞ്ചിച്ചു. പക്ഷെ അവിടുത്തെ മാനേജർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറ്റും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്ന മതിയായിരിക്കും. അപ്പൊ
ഇതേപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. നമ്മളൊരു സഹോദരന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, മാക്സിമം അത് ബാക്കപ്പ് ചെയ്ത് നല്ലൊരു ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചു. നമ്മളത് എന്തായാലും വിജയം കണ്ടു അല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഒരു വിജയത്തിലേക്ക് വരട്ടെ. നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുത്തത് അതേ എമൗണ്ടിനുള്ള സാധനങ്ങൾ 2 ഫോണാണ് നമുക്കിപ്പോ തന്നിരിക്കുന്നത്. 2 512 സ്റ്റോറേജ് വരുന്ന എല്ലാ സാധനങ്ങൾ തന്നിരിക്കുന്നത്. എന്നാലും വളരെയധികം സന്തോഷമായി അല്ലേ? ഹാപ്പിയാണ്, ആള് ഹാപ്പിയാണ്. നിങ്ങൾ മുഖത്തിന് ഹാപ്പി ഇല്ല, അതാണ്. അപ്പൊ ഹാപ്പിയായി ഗൈസ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത്, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ഒരു ഹായ് എടുക്കാം.